ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പരാമർശിച്ചിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രവും പ്രഖ്യാപനങ്ങളും ദൗത്യങ്ങളുമൊക്കെയാണ്. അല്ലാഹു പറയുന്നത് വദ്കുർ ഫിൽ കിതാബി മൂസ, വേദഗ്രന്ഥത്തിൽ നീ മൂസയെക്കുറിച്ച് സ്മരിക്കണം, അദ്ദേഹത്തിന്റെ കാര്യം നീ ഓർക്കണം, പറയണം. അദ്ദേഹം കറകളഞ്ഞ മുഖ്ലിസായൊരു മനുഷ്യനായിരുന്നു, അങ്ങേയറ്റം ഇഖ്ലാസുള്ള വ്യക്തിയായിരുന്നു, ശക്തവാന്മാരായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ജനിച്ചു വീഴുന്ന ഒരു സാഹചര്യം, കാലഘട്ടം വളരെ പ്രസക്തമാണ്. ഫിർഔൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഏകാധിപത്യത്തിന് കീഴിൽ ബനൂ ഇസ്രായേല്യർ ഞെരിഞ്ഞമരുന്നൊരു കാലഘട്ടം. വിശ്വാസ സ്വാതന്ത്ര്യമില്ലാത്ത, ഞാനാണ് റബ്ബ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും തന്റെ നാശത്തിന് കാരണമായി ഒരാൺകുട്ടി ജനിക്കും, അവൻ വളർന്നു വലുതായാൽ എന്റെ നാശമാകും എന്ന് വിശ്വസിച്ചിരുന്ന ഫിർഔൻ, അന്നുവരെ ലോകം കണ്ടിട്ടില്ലാത്ത, അതിനുശേഷവും അങ്ങനെ ഒരു പ്രവണതയില്ലാത്ത തരത്തിലുള്ളൊരു പുതിയ തീരുമാനമെടുക്കാൻ, ആൺകുട്ടികളായി ജനിക്കുന്നവരെ മുഴുവനും കൊന്നുകളയണം. അതിനുവേണ്ടി പ്രത്യേകമായി ഫിർഔൻ ചില ഭടന്മാരെ പട്ടാളത്തെ ഏൽപ്പിച്ചിരുന്നതാണ്. എവിടെയെങ്കിലും ഒരു പ്രസവം നടന്നാൽ അവിടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് തരംതിരിച്ച്, ആൺകുട്ടികളാണ് എങ്കിൽ അവരെ കൊന്നുകളയുന്നൊരു പ്രവണത, ഏറ്റവും മ്ലേച്ഛമായൊരു തീരുമാനമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനെയുള്ള ഒരു കാലഘട്ടം, വഇദ് നജ്ജൈനാകും മിൻ ആലി ഫിർഔന യസൂമുനകും സൂഅൽ അദാബ്, ബനൂ ഇസ്രായേൽ വിഭാഗത്തെ, ഗോത്രത്തെ അവരുടെ രാജാവാകുന്ന ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ സൂഅൽ അദാബ്, അങ്ങേയറ്റം മ്ലേച്ഛമായൊരു ശിക്ഷാ നടപടി എന്ന് ഖുർആൻ പറഞ്ഞു. യുദബ്ബിഹൂന അബ്നാഅക്കും
വയസ്തഹ്യൂന നിസാഅക്കും, അതിലെ പെൺകുട്ടികൾക്ക് ജീവിക്കുവാൻ അനുവാദം നൽകുകയും ആൺകുട്ടികളെ കൊന്നുകളയുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്ന്. ആ സാഹചര്യത്തിലാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്നത്. വലിയ ആശങ്കയോടുകൂടി ഈ കുട്ടിയെ ഏത് സാഹചര്യത്തിലും കിങ്കരന്മാർ വന്ന് കൊന്നുകളയുമെന്ന സാഹചര്യത്തിലാണ് അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനമുണ്ടാകുന്നത്. മൂസാ നബിയുടെ മാതാവിന് അള്ളാഹു നൽകുന്ന ഉപദേശം, നിങ്ങൾ ആ കുട്ടിയെ ഒരു ചെറിയ കൊട്ടയിലിട്ടുകൊണ്ട് പുഴയിൽ ഒഴുക്കിക്കളയണമെന്നുള്ളതാണ്. അങ്ങനെ ആ പുഴയിലെ ഓളങ്ങൾ ആ കുട്ടിയുമായി സഞ്ചരിച്ച് അവസാനം രാജാവിന്റെ ഭാര്യയുടെ കരങ്ങളിൽ തന്നെ എത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ ആ കുട്ടിയുമായി വീട്ടിലേക്ക് വരുമ്പോ വളരെ കോപത്തോടുകൂടി ഒരു ആൺകുഞ്ഞിനെ കണ്ട ദേഷ്യത്തിൽ പറയുമ്പോ, നമുക്കിതിനെ വളർത്തി നോക്കാം, നമുക്കൊരു പക്ഷേ കൺകുളിർമ നൽകുന്ന ഗുണമേകുന്ന ഒരു മകനായി നമ്മുടെ കൊട്ടാരത്തിൽ വളരട്ടെ എന്ന് വിചാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ യുക്തി അവൻ കണ്ടെത്തുന്ന, അവൻ നടപ്പിലാക്കുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു രാജാവിനും ഏതൊരു ഭരണാധികാരിക്കും ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങൾ, നിർണയങ്ങൾ, ചില തന്ത്രങ്ങൾ നമുക്കിവിടെ മനസ്സിലാകാൻ. ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഫിർഔൻ തന്റെ നാട്ടിൽ അത്തരത്തിലൊരു ശിക്ഷ നടപ്പാക്കിയത്, ആൺകുട്ടികളെ കൊന്നുകളയണമെന്നൊരു ശിക്ഷ തീരുമാനം നടപ്പാക്കിയത്, അതേ കാര്യത്തിന്റെ പൂർത്തീകരണം നടക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിന് കാരണക്കാരനായി മാറുന്ന അതേ ആൺകുട്ടിയെ തന്റെ കൊട്ടാരത്തിൽ തീറ്റിപ്പോറ്റേണ്ടി വരുന്ന, ആ രാജാവിന്റെ മടിയിൽ കയറാൻ, ആ രാജാവിന്റെ സിംഹാസനത്തിന് ചുറ്റും കളിച്ചു നടക്കാൻ, ആ രാജാവിന്റെ ഭാര്യയുടെ മകനായി കഴിയാൻ, ആ രാജാവിന്റെ കൊട്ടാരത്തിൽ തന്നെ കുട്ടിക്കാലവും യുവത്വവും ചെലവഴിക്കുവാൻ കാരണമായി തീരുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആശങ്കയോടുകൂടി ആ മാതാവിന് അള്ളാഹുവിന്റെ തീരുമാനത്തിന്, നിർണയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്തിട്ടുള്ളൊരു സന്ദേശമുണ്ട്. ആ കുട്ടിയെ നിന്റെ കരങ്ങളിലേക്ക് തന്നെ തിരിച്ചു നൽകും എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും വലിയൊരു അത്ഭുതമുണ്ടാകുന്നത് ആ മാതാവിന്റെ ആശങ്കകൾക്കുള്ള വലിയൊരു പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടെത്തിയിട്ടുള്ള ഹിക്മത്ത് എന്താണ്, യുക്തി എന്താ? ആ കുട്ടിയെ മുല കൊടുക്കുവാൻ, പാല് കൊടുത്തു വളർത്താൻ ഒരാൾ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ആ ജോലിക്ക് വേണ്ടി കൊട്ടാരത്തിലെ ശമ്പളവും കൊട്ടാരത്തിലെ ഭക്ഷണവും കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളുമെല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്റെ കുട്ടിക്ക് മുല കൊടുക്കുക, പാല് കൊടുക്കുക എന്ന മാതാവിന്റെ ആ നിർബന്ധമായ കടമക്ക്, കർത്തവ്യത്തിന് ശമ്പളം വാങ്ങിക്കൊണ്ട് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മുലപ്പാല് നൽകുവാൻ ആ മാതാവിന് അല്ലാഹു നൽകിയിട്ടുള്ള അവസരത്തെക്കുറിച്ച് ഏത് തരത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്? അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നോക്കിക്കാണുന്ന, ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണ്. ആ കുട്ടി അവിടെ വളർന്ന് വലുതാവാൻ. ഫിർഔൻ ഒരിക്കലും അറിയുന്നില്ല ഇത് എനിക്ക് തന്നെ പാരയാകുന്ന, എനിക്ക് തന്നെ അപകടമായി തീരുന്ന അവസ്ഥയിലേക്ക് ഇവൻ വളരും, വലുതാകുമെന്ന് മനസ്സിലാകുന്നില്ല. പിന്നീട് നാട്ടിൽ നടന്ന രണ്ടാളുകൾ തമ്മിലുള്ള അടിപിടിയിൽ ഇടപെടുകയും ഫിർഔനിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അടിക്കുകയും അതിന്റെ ഭാഗമായി അയാൾ മരണപ്പെടുകയും ചെയ്തപ്പോ ഫിർഔനിന്റെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എതിർകക്ഷികളിൽപ്പെട്ട ആളുകൾ അദ്ദേഹത്തെ കൊല്ലുമെന്നൊരു സാഹചര്യം എത്തുമ്പോഴാണ് അദ്ദേഹം നാട് വിട്ടുപോകാനുള്ള തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനമെടുത്ത യാത്രക്കിടയിലാണ് അദ്ദേഹത്തിന് പ്രിയ പത്നിയെ ലഭ്യമാകുന്നതും അവരുമായി പിന്നീട് കരാറുകളുടെ അടിസ്ഥാനത്തിൽ മഹർ നിശ്ചയിക്കുകയും ആ മഹറിന്റെ പൂർത്തീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വീണ്ടും യാത്ര തുടരുകയും ചെയ്യുന്നത്. അവിടെ വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാദിൽ മുഖദ്ദസി തുവ എന്ന് പറയുന്ന തുവ തായ്വരയുടെ അടുക്കൽ വെച്ച് പ്രത്യേകമായ വെളിച്ചം കാണുകയും അങ്ങോട്ട് ചെല്ലുകയും അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവുമായി കാര്യങ്ങൾ സംസാരിക്കുവാൻ, നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള അവസരം ലഭിക്കുക വഴി കലീമുള്ള എന്ന പേര് പോലും ലഭ്യമാകുന്ന തരത്തിലേക്ക് ആ പ്രവാചകൻ മഹത്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുന്ന ദൗത്യം, ഉത്തരവാദിത്തം, ഏറ്റവും വലിയ ഉത്തരവാദിത്തം പ്രവാചകത്വം എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ്. ബനൂ ഇസ്രായേലരെ ഫിർഔനിന്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുക എന്ന
ഭാരിച്ചൊരു ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ളത്. അല്ലാഹുവിന്റെ കൽപ്പന, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗ, നീ ഫിർഔനിന്റെ അടുക്കലേക്ക് പോകണം, അവൻ അങ്ങേയറ്റം അതിക്രമകാരിയായിരിക്കുന്നവനാണ്, ഞാനാണ് റബ്ബ്, ഞാനാണ് പടച്ചവൻ എന്ന് പറയുകയും അതിന് വിപരീതമായി ആരെങ്കിലും സംസാരിക്കുകയാണ് എങ്കിൽ ഏറ്റവും ക്രൂരമായ ശിക്ഷാ നടപടികൾ നടപ്പിലാക്കുകയും ചെയ്ത അതേ ഫിർഔനിന്റെ അടുക്കലേക്ക്, ആ ഫിർഔനിന്റെ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊന്നതിന്റെ പേരിൽ നാടുകടത്തപ്പെട്ടൊരു വ്യക്തി ചെന്നുകൊണ്ടെന്ന് പറയണം, നീയല്ല റബ്ബ് എന്ന് പറയണം. അവിടെ പ്രബോധനവുമായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുവരുന്ന സാഹചര്യം നമുക്കറിയാൻ സാധിക്കും. സൂറത്തു ത്വാഹയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ കാര്യം പറയുന്നുണ്ട്. ഫിർഔനിന്റെ അടുക്കലേക്ക് ചെല്ലണമെന്ന് പറയുമ്പോ ഞാൻ ഭയപ്പെടുന്നുണ്ട്, അവരെന്നെ ആക്രമിക്കുവോ, അവരെന്നെ കൊന്നുകളയുമോ എന്നൊക്കെയുള്ള ഭയം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ധൈര്യവും സ്ഥൈര്യവും നൽകി, എന്റെ നിർണയത്തിന്റെ, എന്റെ നോട്ടത്തിന്റെ, എന്റെ പ്രത്യേകമായ പരിരക്ഷയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവിടെ പോകാം. എന്റെ നാവിന് ചെറിയ പ്രശ്നമുണ്ട്, സംസാരിക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോ അതിനുവേണ്ടി നിനക്ക് ഹാറൂന അഖി, എന്റെ അഖിയായിട്ടുള്ള സഹോദരനായിട്ടുള്ള ഹാറൂനെ കൂടി എനിക്ക് കൂടെ കൂട്ടിത്തരണമെന്ന് പറഞ്ഞപ്പോ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ കൂടി പ്രവാചകനായി അദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞേക്കുന്ന സാഹചര്യം, സ്ഥൈര്യത്തിന് വേണ്ടി, ധൈര്യത്തിന് വേണ്ടി പറഞ്ഞേക്കുന്ന സാഹചര്യമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം, ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്യം, വഖൂലാ ലഹു ഖൗലൻ ലയ്യിന ലഅല്ലഹു യദ്ദക്കറു ഔ യഖ്ശ, നിങ്ങൾ ഫിർഔനിന്റെ അടുക്കൽ പോയി മാന്യമായ നിലക്ക്, ഏറ്റവും സോഫ്റ്റായ നിലക്ക് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് പറയുന്ന സാഹചര്യമാണ് അവിടെയുണ്ടാകുന്നത്. അവർ രണ്ടുപേരും പറഞ്ഞു, ഖാല റബ്ബനാ ഇന്നാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗ, ഫിർഔൻ ഞങ്ങളുടെ മേൽ അതിക്രമത്തിന്റെ നടപടികൾ സ്വീകരിക്കുമോ, അദ്ദേഹം ഞങ്ങളെ കൊന്നുകളയുമോ എന്നൊക്കെ ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഖാല ലാ തഖാഫ ഇന്നനി മഅകുമാ അസ്മഉ വഅറ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങളെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, എന്റെ പരിരക്ഷകൾ, എന്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് പറയുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏകനായ റബ്ബിനെ കുറിച്ച് സംസാരിക്കുന്നു. പല ആളുകളും അതിൽ ആകൃഷ്ടരാകുന്നു. ഫിർഔനിന്റെ ഭാര്യ പോലും ആ വിളിക്കുത്തരം നൽകി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായിയായി അള്ളാഹുവിനെ ആരാധിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഫിർഔനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വലിയ പ്രയാസം സൃഷ്ടിച്ചിട്ടുള്ള കാര്യമാണ്. സ്വന്തം ഭാര്യ പോലും ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല എന്ന അവസ്ഥയുണ്ടായി. അവരെ പലതവണ വിളിപ്പിച്ചു, അവരോട് സംസാരിച്ചു, കിങ്കരന്മാരെ വിട്ടുകൊണ്ട്, പട്ടാളത്തെ വിട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തി നോക്കി. ഒരു നിലക്കും അവർ മയപ്പെടുകയില്ല എന്ന് വന്നപ്പോ ഏറ്റവും ക്രൂരമായ ശിക്ഷാ നടപടികൾ സ്വന്തം ഭാര്യയുടെ അടുക്കലേക്ക് പോലും ഇറക്കിയാളാ ഫിർഔനെന്ന് നമ്മൾ കാണണം. അവരെ ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ് അവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനം പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചെന്നു. ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കുമുള്ള മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാണ് ഫിർഔനിന്റെ ഭാര്യ. അവരുടെ പ്രഖ്യാപനം, ഇത് ഖാലത് റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ആ പ്രഖ്യാപനം ഉണ്ടല്ലോ, നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ നമ്മൾ കൊത്തിയിടേണ്ട പ്രഖ്യാപന. ഒരു രാജാവിന്റെ ഭാര്യയായി രാജാവിന്റെ കൊട്ടാരത്തിൽ രാജാവിന്റെ എല്ലാ തരത്തിലുമുള്ള അധികാര പരിധികൾ ഉപയോഗിച്ചുകൊണ്ട് സുഖലോലുപതയോടുകൂടി കഴിയുമ്പോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ, അള്ളാഹുവിന്റെ നിർണയങ്ങൾക്ക് മുമ്പിൽ ഈ രാജപദവിയേക്കാൾ എനിക്ക് വലുത് എന്റെ പരലോകമാണ്, എന്റെ സ്വർഗമാണ്. അതുകൊണ്ട് ഈ ദുനിയാവിലെ വേദനകൾ, യാതനകൾ എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ തീരുമാനത്തിന് മുമ്പിൽ സ്വന്തം ജീവൻ ബലികഴിപ്പിച്ച് യാത്രയായിട്ടുള്ള ഫിർഔനിന്റെ ഭാര്യ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും മാതൃകയായത് അങ്ങനെ. അവരുടെ പ്രഖ്യാപനം അതാണ്, റബ്ബി ബിനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. പടച്ചോനെ, ഈ ഫിർഔനിന്റെ കൊട്ടാരം എനിക്ക് വേണ്ട, അവന്റെ രാജാധികാരം എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടത് പടച്ചവനെ നിന്റെ കോടതിയിൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ എനിക്കൊരു ഭവനമാണ് വേണ്ടത് എന്ന് പറഞ്ഞ ആ പ്രഖ്യാപനമുണ്ടല്ലോ, ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന നമുക്കൊക്കെ ഏറെ പാഠമുണ്ട്, നമുക്കൊക്കെ ഏറെ ചിന്തിക്കാൻ അതിലുണ്ട്.
അള്ളാഹുവിന്റെ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ, നിർണയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ യാത്രയായ സന്ദർഭം. ഫിർഔന്റെ മുമ്പിലേക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഖാലഫമൻ റബ്ബുക്കുമായ മൂസ, മൂസ നിങ്ങൾ രണ്ടുപേരും പറയുന്ന ഈ റബ്ബാരാണ്? ഞാനല്ലേ റബ്ബ്? ഖാല അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ഫിർഔനിന്റെ മുമ്പിലാണ് മൂസാ നബി ചെന്ന് നിൽക്കുന്നത്. ഞാനല്ലേ റബ്ബ്? പിന്നെ ഏതാ വേറെ റബ്ബ് നിങ്ങൾ പറയുന്നത്? ഖാല റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഈ ലോകത്തുള്ള എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ വസ്തുക്കളുണ്ടോ, സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും പടിപടിയായി വളർത്തുകയും ചെയ്യുന്ന, അവക്കാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന അവനാണ് എന്റെ റബ്ബ് എന്ന പ്രഖ്യാപനം നൽകുമ്പോ ആ ഫിർഔനിനോട് പോലും പറയാതെ പറയുന്നൊരു കാര്യം, നിന്നെയടക്കം സൃഷ്ടിച്ച, നീ കഴിക്കുന്ന ഭക്ഷണമടക്കം, നീ ശ്വസിക്കുന്ന വായുവടക്കം, നീ കുടിക്കുന്ന വെള്ളമടക്കം ഓരോ കാര്യങ്ങളെയും സൃഷ്ടിക്കുന്ന, അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന അല്ലാഹുവാണ് എന്റെ റബ്ബ് എന്ന പ്രഖ്യാപനം നടക്കുമ്പോ അവർക്കിടയിൽ പിന്നീട് തർക്കങ്ങളുണ്ടാകുക. നീ പ്രവാചകനാണ് എന്നതിന് എന്താണ് നിന്റെ അടുക്കൽ തെളിവുള്ളത് എന്ന ചോദ്യമുണ്ടാകുന്നു. അവിടെ അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്ത് ആ കാലഘട്ടത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഏറ്റവും അധികം വ്യാപകമായി ഉണ്ടായിരുന്നത് മാജിക്കുകളാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സിഹർ എന്ന് പറയപ്പെടുന്ന, മാരണമെന്ന് പറയപ്പെടുന്ന ബ്ലാക്ക് മാജിക് പോലെയുള്ള സംവിധാനങ്ങൾ അവർ ധാരാളമായി ഉപയോഗിച്ചിരുന്നു. പൈശാചികമായ പ്രേരണകളിലൂടെ, പൈശാചികമായ ഇടപെടലുകളിലൂടെ അത്തരം സംഗതികൾ നടത്തിയിരുന്ന ആളുകളായിരുന്നു അവർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് അവരെ കൂടി അതിജയിക്കുന്ന തരത്തിലുള്ള ഒരു മുഅ്ജിസത്താണ് അല്ലാഹു കൊടുത്തത്. ഒരു വടി നിലത്തിട്ടാൽ അത് പാമ്പായി തീരും. അതേപോലെ തന്നെ തന്റെ കരങ്ങൾ കക്ഷത്തിലേക്ക് വെച്ചെടുത്തു കഴിഞ്ഞാൽ പ്രകാശമുണ്ടാകുന്ന തരത്തിൽ ഒരു അത്ഭുതമെന്ന നിലക്ക് അല്ലാഹുവിന്റെ മുഅ്ജിസത്തുണ്ടായി. അത് രണ്ടും കാണിച്ചു കൊടുത്തപ്പോ ഫിർഔൻ ചോദിച്ച ചോദ്യമാണ്, ഖാല അജിഅ്തനാ ലിതുഖ്രിജനാ മിൻ അർദിനാ ബിസിഹ്രിക യാ മൂസ. മൂസ, ഇതൊക്കെ സിഹ്റല്ലേ, ഇതൊക്കെ മാജിക്കല്ലേ, ഇതൊക്കെ ഒരു മാരണല്ലേ, ഇതൊക്കെ ഞങ്ങൾക്കും അറിയാം, ഇതിനപ്പുറമുള്ള മാജിക്കൊക്കെ ഞങ്ങൾക്കും അറിയാം. ഞങ്ങളെ ഈ മാജിക്കൊക്കെ കാട്ടിയിട്ട് ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണോ അന്റെ തീരുമാനം? ആ നിലക്കാണോ നീ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള സിഹററിയുന്ന, മാരണമറിയുന്ന മാജിക്കുകാരെ ഞങ്ങൾക്കും കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നീ ഒരു ദിവസം തീരുമാനിച്ചോ, നമുക്കൊന്ന് ഏറ്റുമുട്ടാം എന്ന് ഫിർഔൻ പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ, ഖാല മൗഇദുക്കും യൗമുസ്സീന വഅൻ യുഹ്ശറന്നാസു ളുഹാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പെരുന്നാളിന്റെ ദിവസം ആഘോഷങ്ങളുടെ ദിവസം തന്നെയാക്കാം. ആളുകളെല്ലാവരും ദുഹാ സമയത്ത് ഒരുമിച്ച് കൂടട്ടെ, നമുക്കെല്ലാവരെയും ഒന്ന് കാണിക്കാം എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമും വരികയും ഫിർഔൻ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുള്ള ആ നാട്ടിലെ ഏറ്റവും നല്ല സിഹറിന്റെ ആളുകളെ, സാഹിറന്മാരെ, മജീഷ്യന്മാരെ കൊണ്ടുവന്നുകൊണ്ട് നിരത്തുകയും ചെയ്തു. അവർ ചോദിക്കുന്നുണ്ട്, ഫിർഔൻ, മൂസയെ ഞങ്ങൾ അതിജീവിച്ചാൽ, മൂസയെ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താണ് ലാഭം? ഫിർഔനിന്റെ വാഗ്ദാനം, പിന്നീട് നിങ്ങളായിരിക്കും എന്നോട് ഏറ്റവും അടുപ്പമുള്ള ആളുകൾ. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം ശ്രമം നടത്തുകയാണ്. ആദ്യം മൂസാ നബിക്ക് മുമ്പേ അവരുടെ മാജിക്കുകൾ ആരംഭിച്ചു. അവർ ചില കയറുകളും അതേപോലെ തന്നെ ചില വടികളുമൊക്കെ അവർ നിലത്തിട്ടപ്പോ അതൊക്കെ പാമ്പായി മാറിയതായിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് തോന്നി. യുഹയ്യലു ഇലൈഹി, അദ്ദേഹത്തിന് തോന്നലുണ്ടായി. അതേപോലെ കണ്ടുനിന്ന ആളുകൾക്ക് തോന്നലുണ്ടായി. അതാണ് സിഹറിന്റെ ചില ഫലങ്ങളായിക്കൊണ്ട് അമാനി മൗലവി അടക്കം അദ്ദേഹത്തിന്റെ തഫ്സീറുകളിൽ പറഞ്ഞത്, മാരണത്തിന്റെ ഫലസിദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. അങ്ങനെയുള്ള ചില തോന്നലുകൾ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാകും. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു പറഞ്ഞു, നിന്റെ കയ്യിലുള്ളത് വൽഖി മാ ഫീ യമീനിക തൽഖഫു മാ സ്വനഉ. മൂസ, നിന്റെ കയ്യിലുള്ള വടി നീ ഇട്ടോ, അപ്പൊ എന്താ സംഭവിക്കുന്നത് നിനക്ക് കാണാം. ആ സാഹിറന്മാരുണ്ടാക്കിയ ഇന്നമാ സ്വനഉ കൈദു സാഹിർ, സാഹിറന്മാരുണ്ടാക്കിയിട്ടുള്ള ആ പൊള്ളയായിട്ടുള്ള കൺകെട്ട് വിദ്യകളുണ്ടല്ലോ, അവരുടെ ജാലവിദ്യകളുണ്ടല്ലോ, അതെല്ലാം തന്നെ തകർന്ന് തരിപ്പണമാകുന്നത് നിനക്ക് കാണാൻ സാധിക്കും. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ. അങ്ങനെ സാഹിറന്മാർ കൊണ്ടുവരുന്നതിന് വിജയമുണ്ടാവുകയില്ല, നിലനിൽപ്പുണ്ടാവുകയില്ല. അത് ഈ സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്താണ്, ഈ സാഹചര്യത്തിൽ വന്ന ആയത്താണ്. ആ ആയത്ത് വെച്ച് എല്ലാ സ്ഥലത്തും സിഹറിന് ഫലല്ല എന്ന് പറയാൻ പറ്റൂല. അത് ആ സാഹചര്യത്തിൽ വന്നിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവരിട്ട ആ കയറുകൾ, പാമ്പായി തോന്നിയ ആ കയറുകളെ മുഴുവനും
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുഅ്ജിസത്താകുന്ന ആ വടി നിലത്തിട്ടപ്പോൾ ഉണ്ടായ പാമ്പ് എല്ലാത്തിനെയും വിഴുങ്ങിക്കളയുന്ന സാഹചര്യമുണ്ടായി. ഇത് കണ്ടപ്പോ സാഹിറന്മാർക്ക് കാര്യം മനസ്സിലായി. നമ്മളെ ആ കൺകെട്ട് വിദ്യയും നമ്മുടെ ജാലവിദ്യയുമല്ല മൂസാ നബിയുടെ അടുക്കലേക്കുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഫിർഔൻ കൊണ്ടുവന്ന ആളുകൾ, നമ്മൾ പറയാ ഒരു സംവാദത്തിന് വേണ്ടി നമ്മളൊരാളെ കൊണ്ടുവന്നു, നമ്മളെ എതിർകക്ഷികൾ ഒരാൾ കൊണ്ടുവന്നു അല്ലെ, എന്നിട്ട് നമ്മൾ ആരെയാണോ കൊണ്ടുവന്നത് അവർ തന്നെ പരാജയം സമ്മതിക്കാൻ ഞങ്ങൾ തോറ്റു, ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ നമ്മളെ അവസ്ഥ എങ്ങനെ ഉണ്ടാവും? നമ്മൾ വെല്ലുവിളി നടത്തിയിട്ട് കൊടുക്കുന്നത് അതേ അവസ്ഥ ഫിർഔനുണ്ടായത്. ഫിർഔൻ വലിയ ഗൗരവത്തിൽ വെല്ലുവിളി നടത്തി. ആലോചിച്ചോ, നമ്മൾ രാജാവാണത്. ആ രാജാവ് വലിയൊരു വെല്ലുവിളി നടത്തിയിട്ട് രാജാവ് തന്നെ തീരുമാനിച്ച പ്രകാരം മുഴുവൻ ജനങ്ങളെയും കൊണ്ടുവന്ന് ആ ജനങ്ങൾക്ക് മുമ്പിൽ ആ രാജാവിന്റെ ആളുകൾ തന്നെ, രാജാവ് കൊണ്ടുവന്ന ആളുകൾ തന്നെ തോൽവി സമ്മതിക്കുകയാണ്. അവർ പ്രഖ്യാപിച്ചു എന്നാണ്. ആ കാര്യങ്ങൾ കണ്ടപ്പോ ഫൗൽഖിയ സഹറതു സുജ്ജദ, അവര് സുജൂദിൽ വീണുകൊണ്ട് പറഞ്ഞു, ഖാലു ആമന്നാ ബിറബ്ബി ഹാറൂന വ മൂസ. ഇതാ ഹാറൂനും മൂസ അലൈഹിസ്സലാമും ഒക്കെ പറയുന്ന ആ റബ്ബിൽ ഇതാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങളൊരിക്കലും ഫിർഔനിൽ വിശ്വസിക്കുന്നവരല്ല എന്ന് പറയുന്ന സാഹചര്യത്തിന്റെ ആ അത്ഭുതകരമായ കണ്ടുനിന്ന ആളുകളിൽ രോമാഞ്ചമുണ്ടാക്കുന്ന ആളുകളെ ചിന്തിപ്പിച്ച രംഗം, ആരെയാണോ തകർക്കുവാൻ വേണ്ടി ഫിർഔൻ ആളുകളെ കൊണ്ടുവന്നത്, ആരെയാണോ ഇല്ലായ്മ ചെയ്യാൻ ഫിർഔൻ ആളുകളെ കൊണ്ടുവന്നത്, അതേ ആളുകൾ തന്നെ ഫിർഔനെതിരെ നിന്ന് സംസാരിക്കുന്ന സാഹചര്യം, വിശ്വാസത്തിന്റെ ആ മഹത്വം അവർ ഉൾക്കൊള്ളുന്ന സാഹചര്യം. ഫിർഔൻ ചോദിക്കുന്നുണ്ട്, ഖാല ആമൻതു ലഹു ഖബ്ല അൻ ആദന ലക്കും, ഞാൻ നിങ്ങൾക്ക് അനുവാദം തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കേ, മൂസയിൽ നിങ്ങൾ വിശ്വസിക്കേ എന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞ മറുപടികൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. ഫിർഔൻ പറഞ്ഞു എന്നാണ്, ഫല ഉഖത്തി അന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫിൻ വല ഉസല്ലിബന്നക്കും ഫീ ജുദൂഇൻ നഖൽ. നിങ്ങൾ എന്നെ ധിക്കരിച്ചുകൊണ്ട് മൂസയിൽ വിശ്വസിക്കുകയാണ് എങ്കിൽ അതിശക്തമായ ശിക്ഷകൾ നിങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. നിങ്ങളെ ഞാൻ ഈത്തപ്പനയുടെ മരത്തിൽ നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ കാലും കൈയും വിപരീതമായ നിലക്ക് ഞാൻ വെട്ടിമാറ്റും, വലത് കൈയും ഇടത് കാലും വെട്ടിമാറ്റും എന്നൊക്കെ പറഞ്ഞു. അവരൊന്നും കുലുങ്ങിയില്ല. ഫിർഔനിനെ അവർക്ക് നന്നായിട്ടറിയാം. ഫിർഔൻ പറഞ്ഞത് എന്താ? അയ്യുന അശദ്ദു അദാബൻ വഅബ്ഖ, നിങ്ങൾക്ക് മനസ്സിലാകും ആരാ കൂടുതൽ ശിക്ഷിക്കാന്നുള്ളത് എന്നാണ്. ഫിർഔനിനെ ധിക്കരിച്ചാൽ എന്താ സംഭവിക്കാന്നുള്ളത് കൃത്യമായി അറിയുന്ന ആളുകളാണ് ഫിർഔൻ കൊണ്ടുവന്ന സാഹിറന്മാർ, ഫിർഔൻ കൊണ്ടുവന്ന മാരണക്കാർ. അവർക്കറിയാം ഫിർഔനെ ധിക്കരിച്ച മരണല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവർ പ്രഖ്യാപിച്ച പ്രഖ്യാപനം നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. ദുനിയാവിന്റെ കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോ, ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ഇല്ലായ്മ ചെയ്യുമ്പോ, മതത്തെ നമ്മൾ ചവിട്ടിത്താഴ്ത്തുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട വാക്കാണ് ഖാലു ലൻ നുഅ്തിറക അലാ മാ ജാഅനാ ബിൽ ബയ്യിനാതി വല്ലദീ ഫതറനാ ഫഖ്ലി മാ അൻത ഖാൽ. നീ എന്താ വിധിക്കുന്നതെന്ന് വിചാരിച്ചാ വിധിച്ചോ. നിന്റെ ഈ വാഗ്ദാനങ്ങളിൽ, നീ കൊണ്ടുവന്ന കാര്യങ്ങളിൽ ഒരിക്കലും തന്നെ ഞങ്ങൾ വ്യാപൃതരാകുന്നവരല്ല. നീ കൊണ്ടുവരുന്ന നിയമങ്ങളിൽ, നീ നടപ്പാക്കുന്ന ശിക്ഷകളിൽ ഞങ്ങൾക്കൊരു പേടിയുമില്ല. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തിദ് ദുനിയ, നിനക്ക് ഈ ദുനിയാവിൽ മാത്രമല്ലേ ഞങ്ങളെ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. ആ ദുനിയാവിലെ ശിക്ഷകൾ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഇവിടെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ആവശ്യം പരലോകമാണ്, ഞങ്ങൾക്ക് വേണ്ടത് പരലോകമാണ്. അതുകൊണ്ട് നിന്റെ ഈ ഭീഷണിക്ക് മുമ്പിൽ, നീ പറയുന്ന ശിക്ഷകൾക്ക് മുമ്പിൽ ഞങ്ങൾ തലകുനിക്കുകയില്ല. ഞങ്ങൾ മൂസയിൽ തന്നെ വിശ്വസിക്കും. പിന്നീട് അവരുമായിട്ടാണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെടുന്നതും കടൽ പിളർന്ന സംഭവമുണ്ടാകുന്നതും ഫിർഔൻ മുങ്ങിത്തായുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതും. നമ്മൾ ആലോചിച്ചുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അള്ളാഹുവിന്റെ അപാരമായ അത്ഭുതങ്ങൾ ഏറ്റവും അധികം ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ചരിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ. കടലിനെ രണ്ട് ഭാഗമാക്കി പിളർത്തിക്കൊടുത്ത് അങ്ങേയറ്റം നടന്നു പോകാൻ പര്യാപ്തമായ തരത്തിൽ അവിടെ ഒരു വഴിയുണ്ടാക്കുകയും ആ കടൽ കടന്ന് രക്ഷപ്പെടുകയും ഫിർഔൻ മുങ്ങിത്തായുന്നത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കാണിക്കപ്പെടുകയും ചെയ്ത സന്ദർഭം. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഏത് വലിയ രാജാവിനും ഒരു അന്ത്യമുണ്ട്, ഒരു കീഴടങ്ങലുണ്ട്. അവിടെ വെച്ച് ഞാനാണ് റബ്ബ് എന്ന് പ്രഖ്യാപിച്ചിരുന്ന ഫിർഔൻ പോലും പറഞ്ഞു ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ,
നേരത്തെ ആ സാഹിറന്മാര് പറഞ്ഞ അതേപോലെയുള്ള പ്രഖ്യാപനം, ഞാനും പടച്ചോനിൽ വിശ്വസിച്ചിരിക്കുന്നു, മൂസയുടെ റബ്ബിൽ ഞാനും വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിർഔനിന് പോലും പറയേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ മരണമെന്ന യാഥാർത്ഥ്യത്തിനു മുമ്പിൽ ഏതൊരു രാജാവും ഏതൊരു ഭരണാധികാരിയും കീഴൊതുങ്ങുന്ന സമയം അവരെല്ലാവരും പ്രഖ്യാപിക്കേണ്ടി വരുമത്. ആ പരലോകത്തെ നേരിൽ കാണുമ്പോ, മരണത്തെ മുഖാമുഖം കാണുമ്പോ പടച്ച റബ്ബിന് ഓർമ്മ വരും. അതുവരെ വലിയ ഡയലോഗൊക്കെ അടിച്ച് നടക്കും അല്ലേ, എന്ത് പടച്ചോന്, എന്ത് ദൈവം, എന്ത് മതം എന്നൊക്കെ പറഞ്ഞു നടക്കും. മരണത്തെ മുഖാമുഖം കാണുമ്പോ ഏതൊരുത്തരും പറയും റബ്ബിർജിഊൻ, അല്ലാഹു ഒന്ന് മടക്കി തരുമോ, ചെറിയൊരു സമയം തരുമോ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്, പടച്ചോനെ ഞാൻ കുറെ നന്മകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്യാനൊരവസരം തരുമെന്ന് ഏതൊരു മനുഷ്യനും പറയും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫിർഔൻ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരി പോലും മരണസമയത്ത് പറഞ്ഞത് ഞാനും പടച്ചോനിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ്. എങ്കിൽ ആ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെട്ട് ആ ബനൂ ഇസ്രായേല്യർ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ജീവിച്ചവരായിരുന്നു. ആകാശത്തുനിന്ന് കാടപ്പക്ഷിയെയും അതേപോലെ തന്നെ പാൽക്കട്ടിയുമൊക്കെ ഇറക്കിക്കൊടുക്കുകയാണ് ഭക്ഷണമായിട്ട്, നേരിട്ട് ഭക്ഷണമായിട്ട് ഇങ്ങനെ ഇറക്കിക്കൊടുക്കുക. അതൊക്കെ തിന്നപ്പോൾ അവർക്ക് തോന്നിന ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വേണം അല്ലേ, ഞങ്ങൾക്ക് കുറച്ച് ഉള്ളിയും അതേപോലെ പയറുവർഗ്ഗങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഏറ്റവും മുന്തിയത് നിങ്ങൾക്ക് തന്നിട്ട് അതിനേക്കാളും താന്നതാണോ നിങ്ങൾ ചോദിക്കുന്നത്? ആ ഒരു രണ്ടാം കട സ്വഭാവം ആ ബനൂ ഇസ്രായേലർ പിന്നീട് പല സമയങ്ങളിലായിട്ട് കാണിച്ചിട്ടുണ്ട്. അവരുടെ ബാക്കിയാണ് ഇന്നത്തെ ഇസ്രായേലിന്റെ ഭാഗങ്ങളിൽ അധിനിവേശം നടത്തുന്ന ആ ജൂതവിഭാഗം എന്നുള്ളത്. ഏറെ ശ്രദ്ധേയമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ അങ്ങനെ കഴിയുന്നതിനിടയിൽ അള്ളാഹു യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോഴാണ് പറഞ്ഞത് ഇദ്ഹബ് അൻത വറബ്ബുക വഖാതില ഇന്നാ ഹാഹുനാ ഖായിദുൻ, വേണമെങ്കിൽ ഇജു എന്റെ പടച്ചോനും പോയിട്ട് യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞ ആ ധിക്കാരത്തിന്റെ ആ മനോഭാവമുള്ള ആളുകളാണ് ഇന്ന് ഇസ്രായേലിന് നേതൃത്വം നൽകുന്ന ആ ഭരണകക്ഷികൾ, അതേപോലെ തന്നെ അതിന്റെ അനുയായികൾ എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു കാര്യമല്ല. അത്രയ്ക്ക് അവരിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. മരണത്തെ ഇത്രയേറെ ഭയപ്പെട്ട ഒരു ജനവിഭാഗം വേറെയില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ പറയുന്നുണ്ട്. യുദ്ധം ചെയ്യാൻ പേടിയായിട്ടാണ് പറഞ്ഞത്. മൂസാ നബിനെ അനുസരിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല. യുദ്ധത്തിന് പോയാൽ ചിലപ്പോൾ മരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് കിട്ടണത് തിന്നിരിക്കാം എന്ന ചിന്തയായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മൂസാ നബിയുടെ ചരിത്രം, അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ, അതേപോലെ തന്നെ ഫിർഔനിന്റെ പതർച്ചയും തകർച്ചയും എല്ലാം തന്നെ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അവിശ്വാസം, ഉലുൽ അസ്ം എന്ന് പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ 5 പ്രവാചകന്മാരിൽ ഒരാളായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എങ്ങനെയുണ്ടായി എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിൽ, കർമ്മങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മാതൃകകൾ ഉൾക്കൊള്ളാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. وأصلي وأسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين أما بعد. اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മളെല്ലാവരും മുഹറം മാസത്തിലാണുള്ളത്. മുഹറം മാസത്തിന്റെ പ്രത്യേകതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചത് ഷഹറുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമാകുന്ന മുഹറം മാസം എന്നുള്ളതാണ്. മുഹറം മാസത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള 2 നോമ്പുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മുഹറം 9, 10 ദിവസങ്ങളിലെ നോമ്പുകൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ജൂതന്മാർ ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ, മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസത്തിനാണ് ആശൂറ എന്ന് പറയുന്നത്. ആശൂറായിന് അവിടുത്തെ യഹൂദന്മാരൊക്കെ നോമ്പ് നോക്കുന്നുണ്ട്. ഫഖാല മാ ഹാദാ, എന്താണ് ഈ നോമ്പ് എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു എന്നാണ്, ഹാദാ യൗമുൻ സാലിഹുൻ ഹാദാ യൗമുൻ നജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസ്വാമഹു മൂസ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും അനുയായികളെയും ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ബനൂ ഇസ്രായീലരെ രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ദിവസം നോമ്പ് നോക്കും. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ നോമ്പ് നോക്കുന്നത് എന്നുള്ളത്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്, ഖാല ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും അധികം കടമയും കടപ്പാടുകളും അവകാശങ്ങളും ഉള്ളത് ഞങ്ങളാണ് ആ മൂസാ നബിന്റെ മാർഗം പിൻപറ്റുന്ന ആളുകൾ. അങ്ങനെ ഫസ്വാമഹു വ അമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് അനുഷ്ഠിക്കുകയും ആ നോമ്പ് നോക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും പ്രാധാന്യമുള്ള പ്രത്യേകതയുള്ള ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠമായൊരു നോമ്പാണ്. പരിശുദ്ധ റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് ഈ നോമ്പായിരുന്നു നിർബന്ധമായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. മുഹറം മാസത്തിലെ നോമ്പിനെപ്പറ്റി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രധാനപ്പെട്ട ഒരു ഹദീസ്, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനതല്ലതി ഖബലഹു വസ്സനതല്ലതി ബഅദഹു എന്നാണ്. വരാനിരിക്കുന്നതും കഴിഞ്ഞുപോയതുമായ ഓരോ വർഷങ്ങളിലെയും പാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള ഒരു നോമ്പാണ് അറഫാ ദിവസത്തെ നോമ്പ്. അതേപോലെ തന്നെ എന്താണ് സിയാമു ആശൂറ, ഒരൊറ്റ ഹദീസിൽ വന്ന കാര്യമാണ്. സിയാമു ആശൂറ, ആശൂറ ദിവസത്തിലെ നോമ്പ്, മുഹറം 10 നോമ്പ്, അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനതല്ലതി ഖബലഹു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ നോമ്പ് ആശൂറ നോമ്പ് കൊണ്ട് അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ് ഒരു ഹദീസിൽ വന്നിട്ടുള്ള ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചുള്ള ഒരു ഹദീസാണത്. അപ്പം കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ മാത്രം പര്യാപ്തമാണത് എന്നുള്ളത്. മറ്റു ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു നോമ്പാണ് യൗമു ആശൂറ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുഹറം 10 നോമ്പ് ആ നിലക്ക് പ്രാധാന്യമുള്ളതാണെന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആ ഒരു നോമ്പ് അനുഷ്ഠിക്കുവാൻ വേണ്ടി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ആ നോമ്പിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ വിശദീകരിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ഭാഗമായി കൊണ്ടുള്ള നോമ്പാണ് എന്ന് ചരിത്രത്തിൽ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹറം 10 ഞാൻ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, ഇനി ഞാൻ അടുത്ത വർഷം ഉണ്ടാകുമെങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കുമായിരുന്നു. ഖാലിഫുൽ യഹൂദ വന്നസാറ, ജൂത ക്രിസ്ത്യാനികളിൽ നിന്ന് വിപരീതമായ പ്രവർത്തനം എന്ന നിലക്ക് തന്നെ മുഹറം 9-നും 10-നും നോമ്പനുഷ്ഠിക്കുക, അല്ലെങ്കിൽ 10-നും 11-നും നോമ്പനുഷ്ഠിക്കുക. ഏറ്റവും ശ്രേഷ്ഠമായത് മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കലാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസപ്പിറവി ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിൽ, മുഹറം മാസത്തിന്റെ പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 6 ഞായറാഴ്ചയാണ് മുഹറം 9 വരിക. അതേപോലെ തന്നെ ജൂലൈ 7-ാം തീയതി തിങ്കളാഴ്ചയാണ് മുഹറം 10 വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ കലണ്ടറിൽ അത് അടിച്ചുപോയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റൂല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാസപ്പിറവി അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ 2 ദിവസത്തെ മാറ്റമുണ്ടല്ലോ എന്ന് ചില ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട്. നമുക്ക് 2 മാസങ്ങൾ 30 ദിവസം പൂർത്തിയാക്കിയിട്ടാണ് കിട്ടിയത്. വിദേശ രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് GCC കൺട്രികളിലൊക്കെ അവർക്ക് 2 മാസത്തിൽ 29 കിട്ടിയത്. ആ വ്യത്യാസം സ്വാഭാവികമായിട്ട് വരുന്നതാണ്. അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബലിപെരുന്നാൾ കഴിച്ചതിന്റെ ആ കണക്കുകൾ തന്നെ നോക്കിയാൽ മതി. അതിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകും. അതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 6 ഞായറാഴ്ചയാണ് മുഹറം 9 നോമ്പ് നമ്മൾ നോക്കേണ്ടത്. മുഹറം 10 നോമ്പ് ജൂലൈ 7 തിങ്കളാഴ്ചയാണ് വരിക എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള മഹത്തരമായ പ്രതിഫലങ്ങൾ ലഭ്യമാകുന്ന വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതിൽ വ്യാപൃതരാകാൻ മുന്നോട്ട് വരെ നമ്മൾ തയ്യാറാകുക. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ, നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം സ്കൂളുകളിൽ നടപ്പിലാക്കിയുള്ള സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടുള്ള വലിയ കോലാഹലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ അതിന്റെ പശ്ചാത്തലങ്ങളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാനുള്ള സമയമല്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ വിഭാഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ അറിയിച്ചുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെയൊക്കെ ബാധിക്കുന്ന, നമ്മളെ കുട്ടികളെ ബാധിക്കുന്ന, നമ്മുടെ നാടിന് ദൂരവ്യാപകമായ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ള സംഗതികൾ സ്കൂളുകളിൽ നടപ്പിലാക്കിയാൽ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ? അതൊരു അഭിപ്രായമായി പറഞ്ഞു, അതിൽ ഞാൻ പങ്കെടുക്കൂല, എന്റെ മക്കളും അതിൽ പങ്കെടുക്കൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരധ്യാപകനെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയാണ്. നമ്മുടെ ഭരണഘടന അനുവാദം നൽകുന്ന, ഭരണഘടന നമുക്ക് അവകാശമായി നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിളിനെതിരെയുള്ള കടന്നുകയറ്റാണത്. ഒരാൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റൂല. ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ ഒരഭിപ്രായം പറഞ്ഞാൽ എന്നെ പിടിച്ച് ജയിലിലിടും, എന്റെ ജോലി തെറിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അവസ്ഥ? എവിടേക്കാണ് ഈ പോക്കെന്നുള്ള നമ്മൾ ആലോചിക്കണം. അതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് ഒരിക്കലും തന്നെ നീതിയല്ല.
ഇവിടെ വലിയ വർഗീയത പറഞ്ഞ് നടക്കുന്ന, അതേപോലെ തന്നെ മോശമായ നിലക്ക് വർഗീയമായി ധ്രുവീകരണം നടത്തുന്ന ഒരുപാട് ആളുകൾ ഇപ്പോഴും ജോലികളിൽ തുടരുന്നുണ്ട്. വലിയ തരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തിയ ആളുകൾ, അതൊക്കെ കേസുകളിലൂടെ തെളിഞ്ഞിട്ടും എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളുമായി അവർ നടക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു ആശങ്ക, നമ്മുടെ മക്കളെ ബാധിക്കുന്ന ഒരു ആശങ്ക. അത് പറഞ്ഞപ്പോൾ പല ആളുകളും പറഞ്ഞ് മുസ്ലിങ്ങൾക്ക് മാത്രം എത്ര പ്രശ്നം, എന്താ ഓൽക്ക് ഇത്ര വലിയ പ്രശ്നം അല്ലേ? നിങ്ങൾ സമൂഹ മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ചാൽ മതി. ഇന്ന് ഞാൻ കണ്ടുള്ള ഒരു ഇന്റർവ്യൂ, ഒരാളിങ്ങനെ മൈക്കുമായിട്ട് ആളുകളുടെ അടുക്കൽ പൊതുജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ സ്കൂളിൽ കൊണ്ട്, അതൊക്കെ വലിയ അപകടമാണ്. ഏതൊരാൾക്കും അറിയാം, ഒരു ടീനേജ് പ്രായത്തിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പോസിറ്റ് സെക്സുമായി, വിപരീത ലിംഗങ്ങളുമായി അവർക്ക് സ്വാഭാവികമായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ടാകുന്നുള്ളത് ശാസ്ത്രീയമായി പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം, അതൊന്നും നമ്മൾ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ അതിനുള്ള കൂടിച്ചേരലുകൾക്കും ഇടപഴകലുകൾക്കുമൊക്കെ അവസരങ്ങൾ ഉണ്ടായാൽ അതുകൊണ്ട് പല പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഇതിലൊക്കെ ഒരു പഠനം നടത്തണം. ഇതൊക്കെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ആലോചിക്കണം, പഠിക്കണം, ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ പേരിലൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിപരീതമായിട്ടുള്ള കാര്യം. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ്. സർക്കാർ അതിൽ പുനർപരിശോധന നടത്തണം എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ എന്താ അപകടം ഉണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ ഓരോരുത്തരും ബോധവാന്മാരാകേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. പലതരത്തിലുള്ള കാര്യങ്ങളും സ്കൂളുകളിലൊക്കെ നടപ്പിലാക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ നമുക്ക് പറ്റാത്തതുണ്ടെങ്കിൽ, ഉൾക്കൊള്ളാൻ പറ്റാത്തുണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ സംസാരിക്കാം. അതേപോലെ തന്നെ നമുക്ക് അതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാം എന്നുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കും. ഒരിക്കലും അഭിപ്രായങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തുന്ന, മാറ്റി നിർത്തുന്ന, സസ്പെൻഡ് ചെയ്യുന്നൊക്കെ സാഹചര്യങ്ങൾ അതൊരിക്കലും തന്നെ നമ്മുടെ നാടിന് ഭൂഷണമല്ല. അത് നമ്മുടെ രാജ്യത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ്, ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുമുള്ള ഫിത്നകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ, ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങൾക്ക് അടിമയായിട്ടുള്ള ആളുകൾ, അല്ലാഹു എല്ലാ പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണമേ. അവരുടെ അസുഖങ്ങൾ നീ ഇല്ലായ്മ ചെയ്തു കൊടുക്കണമേ. പരിപൂർണമായ ശമനം നീ പ്രദാനം ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുള്ള സത്യവിശ്വാസികളുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെ ഞങ്ങളിൽ നിന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണം. അല്ലാഹുവേ, പവിത്രമായ ഈ മാസത്തിന്റെ പ്രത്യേകതകൾ, പ്രാധാന്യങ്ങൾ ഉൾക്കൊള്ളുവാൻ, നോമ്പടക്കമുള്ള ആരാധനകളിൽ മുന്നോട്ട് പോകുവാൻ, അതിന്റെ പ്രതിഫലങ്ങൾ ലഭിക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. ഹാദാ വസല്ലു വസല്ലിമു റഹിമകുമുല്ലാഹ് അലാ മൻ അമറകും ബിസ്സലാത്തി വസ്സലാമി അലൈഹി ഫഖാല ജല്ല മൻ ഖായിലിൻ അലീമാ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ صل وسلم وزد وبارك على عبدك ورسولك محمد. وارض اللهم الخلفاء الأئمة الهنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وعنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. واذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم ولذكر الله أكبر والله خبير.